സവർക്കറുടെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ കേവലം രാഷ്ട്രീയ പ്രവർത്തനം, സാമൂഹ്യ രംഗത്ത് സവർക്കറുടെ പ്രവർത്തനം വിലയിരുത്തപ്പെടും. ആദ്യമായിട്ട് അധസ്ഥിത ജനവിഭാഗത്തിൻ്റെ ക്ഷേത്രം ആരാധനയ്ക്കുള്ള ക്ഷേത്രം നിർമ്മിച്ച്, പതിതഭാവന ക്ഷേത്രം നിർമ്മിച്ച്, അതേപോലെ മിശ്രഭോജനം നടത്തിക്കൊണ്ട് ഒക്കെ വലിയൊരു മാറ്റം. അപ്പോൾ സവർക്കറുടെ ആശയത്തോട് നിങ്ങൾക്ക് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം. പക്ഷേ സവർക്കറുടെ ജീവിതം ത്യാഗോജ്വലമായിരുന്നില്ല എന്ന്, അല്ലെങ്കിൽ സവർക്കർ മാപ്പപേക്ഷ കൊടുത്ത ഒരാളാണ് എന്ന് സ്ഥാപിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ നിങ്ങൾ എത്രമാത്രം ചരിത്രത്തോട് അനീതി ചെയ്യുന്നു എന്നുള്ളതാണ്, എത്രമാത്രം സത്യത്തെ വിഭജിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാകുക. ഇത് സവർക്കറുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എന്തുകൊണ്ടാണ് ഇത് വർദ്ധിച്ചു വരുന്നത്? സവർക്കർ ഇത്രമാത്രം ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ശരിയായ ചോദ്യം പോലും ചോദിക്കാൻ പറ്റാത്ത രീതിയിൽ സവർക്കർ അനഭിമതനാവുന്നതിൻ്റെ കാരണം കേരളത്തിൽ, പ്രത്യേകിച്ചും കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്രയില്ല എന്ന് തോന്നുന്നു. കേരളത്തിൽ ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കേരളത്തിലൊരു മതവിഭാഗം ഇവിടെ 27% ഹിന്ദുത്വ ആശയത്തിൻ്റെ പ്രചാരകരായിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് ഇനി ഈ കേരളത്തിൽ അത്തരം ആശയങ്ങളെ ഇവിടെ വെച്ച് പൊറുപ്പിക്കില്ല. അതുകൊണ്ട് വന്ദേമാതരം ഇവിടെ വെച്ച് പൊറുപ്പിക്കില്ല. അതുകൊണ്ട് കാവി ഒരു കാരണവശാലും ഇവിടെ വെച്ച് പൊറുപ്പിക്കില്ല. ഇങ്ങനെ നമുക്ക് നോക്കിയാൽ അറിയാം. ഇപ്പോൾ ലീഗിനെ സംബന്ധിച്ച് 1960 വരെ ലീഗ് ചത്തകുതിരയായിരുന്നില്ലേ? നെഹ്റു ചത്തകുതിര എന്ന് പറഞ്ഞിട്ടാണ്. ചത്തകുതിരയെ ജീവിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ചത്തകുതിരയെ ജീവിപ്പിച്ചു. പക്ഷേ അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇപ്പോൾ ഞാൻ പറയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ മലബാർ മാപ്പിളകളെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായം ഉണ്ടായിരുന്നു. തുടക്കത്തിൽ എന്തായിരുന്നു? ഇപ്പോൾ 1946 25 വർഷം പൂർത്തിയായപ്പോഴും, മാപ്പിളകളുടെ 25 വർഷം പൂർത്തിയായപ്പോൾ പാർട്ടി ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു, ആഹ്വാനവും താക്കീതും. അതിൽ പാർട്ടി ഒട്ടൊക്കെ ഒരു യാഥാർത്ഥ്യബോധത്തോടെ അതിനെ വിലയിരുത്തി. അത് തുടക്കത്തിൽ ഒരു കർഷക സമരമായിട്ട് തുടങ്ങി പിന്നീട് വലിയൊരു വർഗീയ ലഹളയായിട്ട് അത് പരിണമിച്ചു എന്നാണ് അതിനകത്ത് പറയുന്നത്. പൂർണ്ണമായും ശരിയല്ലെങ്കിലും അതൊരു വർഗീയ ലഹളയായി പരിണമിച്ചു എന്നും അതിൻ്റെ ഇരകളാക്കപ്പെട്ടത് ഹിന്ദുക്കളാണ് എന്നും ആഹ്വാനവും താക്കീതിലൂടെ 1946 ദേശാഭിമാനി ആഹ്വാനവും താക്കീതിലൂടെ അത് പറഞ്ഞു. ഈ അടുത്ത കാലത്ത് ചിന്തയുടെ ആ പുസ്തകം ഒരു 4 വർഷം മുന്നെയാണ് വായിച്ചിട്ട്, EMSൻ്റെ ലേഖനം ഉണ്ടല്ലോ അതിനകത്ത്. അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഒരിടത്ത് വരുമ്പോൾ ഒട്ടും ചേർച്ചയില്ല. തൊട്ട് മുന്നേ ഉള്ള ഖണ്ഡികയും അടുത്ത ഖണ്ഡികയും ചേർച്ചയില്ല. അപ്പോൾ ഈ ഒരു അതിലുള്ള ഒരു വിമർശനാത്മകമായ ഭാഗം മാറ്റിക്കളഞ്ഞു. അല്ല, അത് ഏതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ ഒരു ട്വിസ്റ്റ് വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, അപ്പോൾ അന്ന് അവരൊരു വോട്ട് ബാങ്ക് ആയിരുന്നില്ല. ആ വോട്ട് ബാങ്ക് അല്ലാതെ നിന്ന കാലഘട്ടത്തിൽ കുറച്ചൊക്കെ ഈ സമീപനം എടുക്കുന്നതിൽ സത്യസന്ധമായ രീതിയിൽ കുറേയൊക്കെ ഒരു നിലപാടെടുത്തതെന്ന് പറയാം. 1967 കമ്മ്യൂണിസ്റ്റ് EMS നമ്പൂതിരിപ്പാടിൻ്റെ മന്ത്രിസഭ വന്ന സമയത്ത് ആണ് മലപ്പുറം ജില്ല അനുവദിക്കുന്നത്. മലപ്പുറം ജില്ല കൊടുക്കുന്ന സമയത്തും ഒക്കെ ലീഗ് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെയാണ്. നമ്പൂതിരിപ്പാട് 2 മന്ത്രിമാരെ ലീഗിന് നൽകുകയും കേരളത്തിൽ ആദ്യമായിട്ട് മന്ത്രിസ്ഥാനം നൽകിക്കൊണ്ട് ലീഗിന് ഒരു അന്തസ്സ് കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതുവരെ ലീഗിനൊരു അന്തസ്സില്ലാത്ത പാർട്ടിയായിട്ട് കണക്കാക്കിയിരുന്നത്. പക്ഷേ അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ പെട്ടെന്ന് പിന്നീട് ലീഗുമായിട്ട് തെറ്റി. കാരണം മുസ്ലിം വോട്ട് ബാങ്ക് തങ്ങളിൽ നിന്ന് അകന്ന സമയത്ത് 67-68 കാലഘട്ടത്തിൽ ആണ് മറ്റേ നമ്മുടെ മാപ്പിളലഹള കാലത്തെ മാപ്പിളലഹളയെ സ്വാതന്ത്ര്യ സമരമായിട്ട് അംഗീകരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നീക്കം നടന്നു. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ എതിർത്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർത്തുകൊണ്ട് പറഞ്ഞത്, ഇരകളാക്കപ്പെട്ട ആളുകളുടെ കാണിക്കുന്ന അനീതിയാണ് ഇതിനെ സ്വാതന്ത്ര്യ സമരമായി പ്രഖ്യാപിക്കുന്നതെന്നായിരുന്നു. കാരണം അന്ന് ഈ മുസ്ലിം സമൂഹം പാർട്ടിയുമായിട്ട് അകലുക. കാരണം നമ്പൂതിരിപ്പാടിനെ താഴെ ഇറക്കി, മന്ത്രിസഭ താഴെ വീണു, ലീഗ് നേരെ കോൺഗ്രസിൻ്റെ കൂടെ കൂടി. അങ്ങനെ CPI, ലീഗ്, കോൺഗ്രസ് നേതൃത്വത്തിൽ അച്യുതമേനോൻ്റെ ഗവൺമെൻറ് വന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുസ്ലിങ്ങളും തമ്മിൽ തെറ്റി. അപ്പോൾ എന്ത് സംഭവിച്ചു? പാർട്ടി നേരെ മാപ്പിളലഹളയ്ക്കെതിരായിട്ടുള്ള നിലപാടെടുത്തു. മാപ്പിളലഹള സ്വാതന്ത്ര്യ സമരമല്ല, അത് ഇരകളോട് കാണിക്കുന്ന അന്യായമാണെന്ന് അന്ന് പാർട്ടി പറഞ്ഞു. നിങ്ങൾക്കറിയാം, 1971 തലശ്ശേരിയിലെ കലാപം ഉണ്ടാവുന്നത് തന്നെ ഈ ലീഗും പാർട്ടിയും തമ്മിലുള്ള എതിർപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. ലീഗ് തങ്ങളെ കാലുവാരി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിങ്ങളും CPM, ഒരു ഭാഗത്ത് മുസ്ലിങ്ങളും മറുഭാഗത്ത് ഹിന്ദുക്കളും അല്ല, യഥാർത്ഥത്തിൽ മറുഭാഗത്ത് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. അതാണ് പിന്നീട് ലീഗിൻ്റെ നേതാക്കന്മാരും മുസ്ലിം നേതാക്കന്മാരും പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ പള്ളികൾ തകർത്തത് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരാണ് എന്ന് അവർ തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ
പാർട്ടി എടുക്കുന്ന നിലപാട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുക്കുന്ന നിലപാട് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഇപ്പോൾ നോക്കൂ, 1987 ഇവർ ശരീഅത്തിന് എതിരായിരുന്നു, നമ്പൂതിരിപ്പാട് മുത്തലാഖിനെതിരായിരുന്നു, ഷബാനു കേസുമായി ബന്ധപ്പെട്ട് ശക്തമായ നിലപാടെടുത്തു. പിന്നീടെന്താ നിലപാട്? അപ്പോൾ പാർട്ടി എടുക്കുന്ന നിലപാട് എപ്പോഴും ഈ മുസ്ലിം വോട്ട് ബാങ്ക് ബേസ് ചെയ്തിട്ടാണ് പാർട്ടി നിലപാടെടുക്കുന്നത്. ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഈ മുസ്ലിം വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കുക എന്നുള്ള നയമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. അതുകൊണ്ട് അവർക്കിപ്പോൾ സവർക്കർ, അവർക്കിപ്പോൾ വന്ദേമാതരം, അവർക്ക് രാമക്ഷേത്രം, അവർക്ക് 307 വകുപ്പ്, അവർക്ക് ശരീഅത്ത്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള നിലപാടുകൾ ഈ പറയുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു താത്വികമായ നിലപാടുമില്ല. വോട്ട് ബാങ്ക് രാഷ്ട്രീയം, മുസ്ലിം വോട്ടിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ കേരളത്തിൽ നിലപാടെടുക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് ഈ സവർക്കറിനെതിരായിട്ടുള്ള ഈ പ്രചരണത്തിൻ്റെയൊക്കെ മുഖ്യ കാരണം.